ഒരു മന്ത്രി പോലും രാജിവെക്കില്ലെന്നതാണ് അഖിലിത നിയമം. കർഷകരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിലാണ് മോദി സർക്കാർ ഇതിനു മുൻപ് ചെറുതായെങ്കിലും കീഴടങ്ങിയത്. പക്ഷേ അതിന് ഒരു വർഷത്തിലേറെ നീണ്ട ശക്തമായ പ്രക്ഷോഭം വേണ്ടിവന്നു. എന്നാൽ ഇവിടെ കേവലം 35 ദിവസം കൊണ്ട് മോദി സർക്കാർ നിരുപാധികം മുട്ടുമടക്കി. പ്രഹ്ലാദ് ജോഷിയാണ് പ്രധാന പകരം വിദ്യാഭ്യാസ മന്ത്രിയാവുക. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, മോദി സർക്കാർ കഴിഞ്ഞ 12 വർഷം അത്ര വലിയ അഗ്നിപരീക്ഷകളെയൊന്നും അഭിമുഖീകരിച്ചിട്ടില്ല. ആകെ കർഷക സമരമാണ് വലിയ സമരമായി വന്നത്. പക്ഷെ ഒരു വർഷത്തോളം കർഷകർ സിംഗു അതിർത്തിയിലും പ്രദേശങ്ങളിലും നടത്തിയ വലിയ പോരാട്ടമാണ് ഒരു വർഷത്തിനു ശേഷം ആ 3 നിയമങ്ങൾ പിൻവലിക്കാനിടയാക്കിയത്. പക്ഷെ 35 ദിവസം കൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മോദി സർക്കാർ കീഴടങ്ങിയിരിക്കുന്നു എന്നതാണ്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആദ്യഘട്ടത്തിലെടുത്ത നിലപാടിൽ നിന്ന് പിന്നാക്കം പോയതിന്റെ കാരണം എന്താണ്? കീഴടങ്ങാനുള്ള കാരണം എന്താണ്? അരുൺ, മോദി സർക്കാരിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രതിഷേധങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അരുൺ സൂചിപ്പിച്ചതല്ലേ, 12 വർഷത്തെ മോദി ഭരണത്തിൽ ഒരു മന്ത്രിക്ക് പോലും രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകാത്തതുകൊണ്ടല്ല, പക്ഷേ മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് BJPയും കേന്ദ്ര സർക്കാരും ശക്തമായി എടുത്തുകൊണ്ടാണ്. കാരണം പല ഘട്ടങ്ങളിൽ നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും പ്രതിരോധ മന്ത്രി രാജിവെക്കണമെന്നൊക്കെ വലിയ തരത്തിൽ മുറവിളികൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അതിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള പോക്കാണ് എന്താണെങ്കിലും ഇതിൽ കേന്ദ്ര സർക്കാർ എടുത്തിരുന്നത്. പക്ഷേ ഇത്തവണ യുവാക്കളും വിദ്യാർത്ഥികളും തെരുവിൽ ഇറങ്ങിയതോടെ കാര്യങ്ങൾ ഒട്ടും BJPക്കും കേന്ദ്ര സർക്കാരും അനുകൂലമാകുന്നില്ല എന്ന പ്രതീതിയുണ്ടായി. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റ് മാർച്ച്, അതിന് പിന്നാലെ ദില്ലിയിലുണ്ടായ സാഹചര്യം, മെട്രോ സ്റ്റേഷൻ അടച്ചിടേണ്ടി വന്നു, ദില്ലിയിലെ രാജ്യതലസ്ഥാനത്ത് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തേണ്ടി വന്നു. ഒപ്പം പ്രതിപക്ഷ കക്ഷികൾ, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഈ സമരം ഏറ്റെടുത്ത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി ഈ 12 വർഷക്കാലത്തിനിടയിൽ ആദ്യമായി ഒരു പ്രതിഷേധം കോൺഗ്രസ് കൊണ്ടെത്തിച്ചു. അവിടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ കുത്തിയിരുന്ന് വലിയ പ്രതിഷേധമായി അത് മാറി. അങ്ങനെ വലിയ പ്രതിഷേധത്തിനൊരു തീജ്വാല തന്നെ ദില്ലിയിൽ ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായി. ഇത് വലിയ പ്രതിസന്ധി കേന്ദ്ര സർക്കാരിനുണ്ടാക്കി. ഇന്നിപ്പോൾ ഈ സമരം ഒത്തുതീർപ്പിലേക്ക് പോയില്ലെങ്കിൽ രാത്രി ഒരുപക്ഷെ നമ്മൾ നിൽക്കുന്ന ഈ ജന്തർ മന്ദർ പരിസരം എന്ന് പറയുന്നത് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഈ തീരുമാനം ഉണ്ടാകുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് പോലും ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് വലിയ തരത്തിൽ കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന സാഹചര്യം അടക്കം അത്രയധികം ജനം തടിച്ചുകൂടി വലിയ തരത്തിൽ പ്രതിഷേധത്തിലേക്ക് പോയിരുന്നു. എന്താണെങ്കിലും പ്രതിഷേധങ്ങൾ തുടർന്നു പോകുന്നത് ഒട്ടും ഗുണകരമാകില്ല എന്ന് സർക്കാരിന് മനസ്സിലായതിന് പിന്നാലെയാണ് സർക്കാർ മുട്ടുമടക്കി ഇത്തരത്തിൽ ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് രാജിവെപ്പിച്ചത്. ഒപ്പം RSSും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരുന്നു. കാരണം യുവാക്കളുടെ ശബ്ദത്തെക്കുറിച്ച് RSS മേധാവി മോഹൻ ഭാഗവത് അടക്കം പ്രതിപാദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കേന്ദ്ര സർക്കാരിന് വലിയ തരത്തിൽ പുനർചിന്തനത്തേക്ക് കൊണ്ടുപോയി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്താണെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് കേന്ദ്ര സർക്കാർ വലിയ തരത്തിൽ ഉണ്ടായ സമ്മർദ്ദത്തിന് പിന്നാലെ മുട്ടുമടക്കി രാജി എഴുതി വാങ്ങിച്ചതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. കാരണം മോദി സർക്കാർ അത്രയധികം പ്രതിരോധത്തിലായിരുന്നു. JP നേതാ 2 തവണ കൃത്യമായി ചർച്ച നടത്തിയിട്ട് പോലും ചർച്ചയിൽ പരിഹാരം കണ്ടെത്താൻ കഴിയാതെ CJP അവരുടെ നിലപാട് ശക്തമായി തന്നെ ഉയർത്തിപ്പിടിച്ചു. അത്തരത്തിൽ പ്രതിപക്ഷ നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു നോബൽ. ചുരുക്കത്തിൽ ഇന്ന് തീരുമാനമുണ്ടായിരുന്നില്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി മാറുമായിരുന്നു ജന്തർ മന്ദർ എന്നാണ് നോബൽ മാരിക്കാരൻ പറയുന്നത്.